സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റിലെ ഒരു പുതിയ സർവർ തുടങ്ങാനായിട്ടാണ്. സർവർ എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഇത് തുടങ്ങണം എന്താണെന്നല്ലേ, അത് സർപ്രൈസാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ അത് അവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഹാർഡ് കോറാണ്. ഹാർഡ് കോർ തുടങ്ങി നമ്മൾ ഹാർഡ് കോർ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വേൾഡിൻ്റെ നെയിം നമുക്ക് എന്താറുണ്ട്, എന്താ പെടുക വേൾഡിൻ്റെ നെയിം നമുക്ക് ഹാർഡ് കോർ എന്ന് തന്നെ ഇടാം. അതാകുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടല്ലോ. പിന്നെ വേറെ ഒന്നും നമുക്ക് ആലോചിക്കേണ്ട, ഹാർഡ് കോർ എന്ന് തന്നെ ഇടാം ഗേസ്. അപ്പോൾ നമ്മൾ എവിടെ അയ്യോ നട്ടില്ലേ, ഞാൻ സ്പെല്ലിങ് അടിച്ചല്ലോ, എന്നിട്ട് എന്താ വരാഞ്ഞ് ഹാർഡ് കോർ ഓക്കെ. അയ്യോ ഈ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഹാർഡ് കോർ എന്ന് തന്നെ ഇട്ടുണ്ട്. ഹാർഡ് കോർ സീസൺ 1 തന്നെ ഇടാം. ഓക്കെ, ഒരു ബാക്ക് സ്പേസ് ഇട്ടിട്ട് വന്നിടാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ സ്പേസ് വിടാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വേൾഡിൻ്റെ നെയിം, ഹാർഡ് കോർ സീസൺ 1. ഇനി നമുക്ക് സർവൈവൽ മാറ്റി നമ്മൾ ഹാർഡ് കോറിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ്. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നല്ലൊരു സ്ഥലത്താവണമെന്നാണ്. ഗെയിം മോഡ് ഹാർഡ് കോർ. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. Let's go. Hardcore create new world. Okay, let's go. ഭാഗ്യം ഗേസ്. അപ്പോൾ നമുക്കിത് നല്ലൊരു സ്ഥലം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ 2 വട്ടം വെച്ചാൽ ഹാർഡ് കോർ വീണ്ടും ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് മറ്റേ മഞ്ഞിൻ്റെ ബയോം തന്നെ കിട്ടി. ബട്ട് ഇപ്പോൾ നമുക്കിതാ കുഴപ്പമില്ലാത്തൊരു ബയോം കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ജംഗിളുണ്ട്, മറ്റേ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓക്ക് ഉണ്ട്, അവിടെ പ്ലെയിൻസ്, അവിടെ ഷവാനി ഉണ്ട്. നമ്മൾ ഈ വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ സ്പോൺ എന്ന് വെച്ചാൽ നമ്മുടെ ലെറ്റ്സ് പ്ലേയിൽ സ്പോൺ ആയത് ഇവിടെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് മരം മുറിച്ചാണ് തുടങ്ങാം. അത് ഹാർഡ് കോറാണ്. നമ്മൾ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഇതാവണം, നമ്മൾ സമയം എടുക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റത്തെ മരം എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഒരു ഡേർട്ട് എടുക്ക്. നമ്മുടെ സുധിയുടെ പരിപാടി തന്നെ ഒരു സുഖം. ലെറ്റ്സ് പ്ലേ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സുധീനെ പിന്തുടരണം, എന്നാലൊരു സുഖം കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മരം മുറിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈൻക്രാഫ്റ്റ് പ്ലെയർ ആരാന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ മലയാളികളുടെ ഇഷ്ടം സുധീനാണ്. പിന്നെ ഡ്രീമിനൊക്കെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ടെക്നോബ്ലേഡിനൊക്കെ ഇഷ്ടമാണ്. ടെക്നോബ്ലേഡിൻ്റെ മൃഗത നടക്കണം. ഷീപ്പുണ്ടാ, നമുക്ക് ഷീപ്പിനെ വെട്ടിക്കൊല്ലാം. അതിനൊക്കെ മുന്നേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം നമുക്ക്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെട്ടിക്കൊല്ലാൽ മതി. നമ്മളൊരു പിക്കാറ്റ്സ് ഉണ്ടാക്കി നമുക്കിനി പോയി സ്റ്റോൺ പറിക്കാം. നമ്മൾ 20 സ്റ്റോൺ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ സ്റ്റോൺ ഏജ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഷീപ്പിനൊക്കെ വെട്ടിക്കൊന്നിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. അതാക്കണം അവന്മാർ. 2 ഉള്ളൂ, 3 കിട്ടിയ കൊള്ളായിരുന്നല്ലോ. ഉണ്ട് 3 ഉണ്ട്. എവിടെ അയ്യോ പോയി. അടിപൊളി. അല്ല പിന്നെ എന്നോടാ കളി ഗേസ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് മറ്റേ ഹാർഡ് കോറാണെന്ന് മറക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇപ്പം എന്നെ അടുത്ത് ചാടിയത് നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് മറക്കണുണ്ട്. ഞാൻ ലെറ്റ്സ് പ്ലേ വിചാരിച്ചിട്ട് ചേടോ ചാവരുത്, ചത്ത തൊലഞ്ഞു അത്ര തന്നെ ഗേസ്. അവിടെ ഇനി സ്റ്റോണിൻ്റെ മറ്റേ ഒരു സ്ഥലം കാണാണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം. അവിടെ പോയാൽ ചിലപ്പോൾ അയണൊക്കെ കിട്ടും. കോളൊക്കെ ഉണ്ട്, നമുക്ക് കോളൊക്കെ പറിക്കാം ഗേസ്. നമുക്കൊരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. കാരണം നമുക്ക് ഇത് കിട്ടിയിട്ടില്ല, ഫുഡില്ലല്ലോ. അതുകൊണ്ട് ഫുഡ് നമുക്ക് ഇതാക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ നമുക്ക് പൂ എടുക്കണം. കാരണം നമ്മുടെ വൂളുകളൊക്കെ ഉണ്ടാവും 3 കളറാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൂ എടുക്കണം കേസ്. ഇവിടെ ഒന്നും ഒരൊറ്റ പൂവില്ല കേട്ടോ. ഞാൻ എവിടെ പോയി തപ്പം അതാക്കണം പൂ. പക്ഷെ അത് കുറേ ദൂരത്തോടെ അങ്ങോട്ടൊക്കെ താണ്ടി പോണ്ടേ. ഇവിടെ വല്ല അതാ പൂത് കിട്ടി. കുറേ പോട്ടെ. നമ്മളെല്ലാം ഒരു കളറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ബെഡ് ഉണ്ടാക്കാം. എടാ മറക്കല്ലേ, ഇത് ഹാർഡ് കോറാണ്. ഞാൻ വല്ല സ്പീഡ് റൺ ചെയ്യണ പോലെ ചാടി ഓടിയൊക്കെ വരിക. അയൺ കിട്ടി കേസ്. അതവിടെ അയൺ ഉണ്ട്, നമുക്ക് പോയി പറിക്കാം കേസ്. നമുക്ക് ഈ തൽക്കാലം ഇപ്പോൾ ഈ കോപ്പർ പറിച്ചിട്ട് നമുക്ക് ഇതേട്ട് ആർമർ ഉണ്ടാക്കാം. ഇത് 1 പറിച്ചാൽ 2 കിട്ടുമെന്ന്. 2 ഇപ്പം എൻ്റെ കയ്യിൽ 28 32 4 ഇപ്പം തന്നെ ഫുള്ളാവാനുള്ളതായത്. അപ്പോൾ ഇത് 1 പറിച്ചാൽ കുറേ കിട്ടും കേട്ടോ.
ഗേസ് രാത്രിയാവാൻ തുടങ്ങി. പെട്ടെന്ന് കിടന്ന് ചാച്ചിയേക്കാം, അല്ലെങ്കിൽ ആ ഭീകരന്മാർ വന്നിട്ട് എന്നെ കൊന്ന് തിന്നും. എടാ അയ്യോ, തണ്ടർ സ്റ്റോം ആയിട്ടില്ല. അയ്യോ പെട്ടെന്നാവട്ടെ. ആരും ഇപ്പം ഇവിടെ ഒന്നും ആരെയും കാണാനില്ല, ബട്ട് വരും. അതാ സൂര്യൻ പോണു. ചന്ദ്രനെവിടെ കാണാനില്ല. അയ്യോ അതാ അത് കല്ല. ഹാവ് കിടന്നുറങ്ങി കേസ് നമ്മൾ. അങ്ങനെ നമ്മുടെ ഹാർഡ് കോറിലെ ഫസ്റ്റ് ഡേ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ഇനി ഇന്നത്തെ ഫുൾ എടുത്തിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം. എൻ്റെ കുട്ടികളോട് എന്ത് ചെയ്യായിരുന്നു, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഗേസ് അപ്പോൾ നമ്മൾ ഫുള്ളി കോപ്പർ ആർമർ അയക്കുകയാണ്. ഒരു ലുക്കില്ല അല്ലേ നമ്മുടെ അയൻ്റെ ഒന്നും അത്ര. വല്ല ചളിയിൽ കുളിച്ച പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളയാം. ഓക്കെ പോയിന്റ്. ഇനി നമുക്ക് ഇത് പറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് ഇവിടെ ആയണ്ടോ തപ്പാ. അതായിരിക്കണം ആയ, അത് പറിക്കാം. അയ്യോ അടിപൊളി. കേസ് നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പോവാ. അപ്പോൾ നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. തുഴഞ്ഞ് പോകട്ടെ. തുഴഞ്ഞ് ഗേസ് രാത്രിയായതുകൊണ്ട് നമുക്ക് കിടന്നിട്ട് പോവാം. ലെറ്റ്സ് ഗോ. കേസ് നമ്മൾ ഇങ്ങോട്ടൊരു ഐലാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബോട്ട് എടുത്തിട്ട് ഈ ഷുഗർ ക്ലൈനൊക്കെ പറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം. അയ്യോ പട്ടി 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 കടിക്കാൻ വരൂ, ഓടിക്കോ. എടാ പട്ടി കടിക്കാൻ വരുടാ. ഗേസ് നമ്മളിവിടെ ഒരു കേവ് ഉണ്ട്. ഈ കേവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട്, എന്ത് അയണൊക്കെ ഉണ്ട്. നമുക്കപ്പം മെല്ലെ ഇവിടെ അത് അയണൊക്കെ ഇരിക്കും. നമുക്ക് മെല്ലെ ഇറങ്ങിയിട്ടൊന്ന് പറക്കണം. അതിനൊക്കെ മുന്നേ നമുക്ക് ഫുഡ് സെറ്റാക്കാം. ഓളിയോ എടാ നമ്മുടെ ഫുൾ മോബ്സാ പെട്ടു. ഓക്കെ അവന്മാരൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഈ അയണൊക്കെ പറിക്കാം. ഒളിയ അര ഹാർട്ട് എടാ ബെഡ് എടുത്തിട്ട് ഇവിടെ ട്രീ സ്പോൺ സെറ്റാക്കാം. എന്തൊരു വിധി ഇത്, ട്രീ സ്പോൺ സെറ്റാക്കാതെ പൊട്ടൻ. എന്തായാലും ബെഡ് വെച്ചേക്കാം, നമുക്ക് രാത്രിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാമല്ലോ. അമ്മേ ഗേസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് ഹാർഡ് കോറൊന്നും കളിക്കാൻ അറിയില്ലെന്ന്. അപ്പോൾ ഇനി ഹാർഡ് കോറൊന്നും കളിക്കാൻ ചോദിച്ചു വരണ്ട കേട്ടോ, നേരത്തെ കണ്ട പോലെ ചാവും.